കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 86 വരെ ചെയ്ത് അതിലെന്താ പറഞ്ഞ അനസൂയാദേവി അകത്തുണ്ട്, വേഗം പോയി നമസ്കരിച്ച് മടങ്ങി വരൂന്ന് രാമൻ സീതയോട് പറഞ്ഞു. അനസൂയാദേവി അകത്തുണ്ട്, അതായത് പിന്നെ അത്രി മഹർഷി പറഞ്ഞു അനസൂയ അടുത്തുണ്ടാകുക, സീത പോയി നമസ്കരിച്ചോട്ടെ പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ സീതയോട് പറഞ്ഞു അനസൂയാദേവി പോയി നമസ്കരിച്ച് വരൂ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് സീത അതിന് അകത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ഇനി നമ്മളെ 4 എണ്ണം ഒന്നിച്ച് ചെയ്യാൻ കേട്ടോ. 87, 88, 89, 90 കഴിയാറായി. ഏത് പിന്നെ അയോധ്യാകാന്ഡ്. 87 ദണ്ഡവൽപതിതാമഗ്രേ സീതാം ദൃഷ്ട്വാതിഹൃഷ്ടധീ അനസൂയാ സമാലിംഗ്യ വത്സേ സീതേതി സാദരം ദിവ്യേ ദദൗ കുണ്ഡലേ ദ്വേ നിർമ്മിതേ വിശ്വകർമ്മണ ദുകൂലേ ദ്വദൗ തസ്യൈ നിർമ്മലേ ഭക്തി സംയുത അംഗരാഗം ച സീതായൈ ദദൗ ദിവ്യം ശുഭാനനാ ന ത്യക്ഷ്യതേംഗരാഗേണ ശോഭാത്വാം കമലാനനേ. പാതിവ്രത്യം പുരസ്കൃത്യ രാമമന്വേഹി ജാനകി കുശലീ രാഘവോ യാതു ത്വയാ സഹ പുനർഗൃഹം. എന്താണ് പറയണറിയോ? അഗ്രേ ദണ്ഡവൽപതിതാം സീതാം ദൃഷ്ട്വ, മുമ്പിൽ നമസ്കരിച്ച് കിടക്കുന്ന സീതയെ, അതായത് അനസൂയയെ അടുത്തേക്ക് പൊക്കോളാൻ പറഞ്ഞല്ലോ. അപ്പോൾ സീത വേഗം ആശ്രമത്തിൻ്റെ അകത്തേക്ക് പോയി. അവിടെ അനസൂയാദേവി ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം നമസ്കരിച്ചു. അങ്ങനെ മുമ്പിൽ വടി പോലെ ദണ്ഡം പോലെ നമസ്കരിച്ച് കിടക്കണ സീതയെ കണ്ടിട്ട് ഹൃഷ്ടധി വളരെ സന്തുഷ്ടയായിട്ട് അനസൂയാദേവി പറഞ്ഞു, വത്സേ സീതേ ഇതി സാദരം സമാലിംഗ്യ, എൻ്റെ കുട്ടി സീതേ എന്ന് വളരെ ആദരപൂർവം ആലിംഗനം ചെയ്തു. സമാലിംഗ്യ എന്ന് പറഞ്ഞു അല്ലേ, കെട്ടിപ്പിടിച്ചു. വിശ്വകർമ്മണ നിർമ്മിതേ, എന്നിട്ട് വിശ്വകർമാവ് ഉണ്ടാക്കിയത് കേട്ടോ. എന്താ? ദിവ്യദ്വേ കുണ്ടലേ, 2 കാതിലിടണ കുണ്ടലങ്ങൾ വിശ്വകർമാവ് ഉണ്ടാക്കിയതാണ്. അതായത് ദേവന്മാരുടെ ശില്പിയായിട്ടുള്ള വിശ്വകർമാവിനാൽ പണി കഴിപ്പിക്കപ്പെട്ട 2 ദിവ്യ കുണ്ടലങ്ങളും ദ്വേ ദുഗൂലെ 2 പട്ടുവസ്ത്രങ്ങളെയും ഭക്തി സംയുത ഭക്തിയോടു കൂടിയിട്ട് തസ്യൈ ദദൗ കൊടുത്തു. മഹാലക്ഷ്മി തന്നെയാണല്ലോ, അതൊക്കെ അറിയാലോ. അനസൂയയ്ക്ക് കൊടുത്തു. എന്നിട്ടോ ശുഭാനന, നല്ല ശുഭമായ മുഖത്തോടു കൂടി അവൾ സീതയ്ക്കായിക്കൊണ്ട് ദിവ്യം അംഗരാഗം ച, കുറിക്കൂട്ട്, അതായത് നല്ല ചന്ദനവും ഇതൊക്കെ രക്തചന്ദനവും നല്ല വാസനയുള്ള കുറിക്കൂട്ട് കൊടുത്തു. കമലാലനെ ഹേ പത്മവദനെ, അതായത് താമരപ്പൂവുള്ള മുഖമുള്ള പിന്നെ സീതയെ അംഗരാഗേണ ശോഭ, അങ്ങനെ ഈ കുറിക്കൂട്ടൊക്കെ തേച്ചിട്ടേ, അതായത് ഒരു മേക്കപ്പ് പോലെയായി. ത്വാം ന ത്യക്ഷതേ, നിന്നെ ത്യജിക്കയില്ല ജാനകി ഹേ ജനകപുത്രി. പാതിവ്രത്യം പുരസ്കൃത്യ, പാതിവ്രത്യത്തെ അനുഷ്ഠിച്ചിട്ട് രാമം അന്വേഹി, രാമനെ എല്ലാ ദിക്കിലേക്കും അനുഗമിച്ചാലും കുശലി രാഘവ, സമർത്ഥനായിട്ടുള്ള രാഘവൻ ത്വയാ സഹ നിന്നോടുകൂടെ പുനഃ ഗൃഹം യാതു, വേഗം തിരിച്ച് ഗൃഹത്തിൽ തന്നെ തിരിച്ചു വരട്ടെ. 14 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും വരുമല്ലോ. അപ്പോൾ അത് അനുഗ്രഹിച്ചു. അതിനൊന്ന് ഇടയ്ക്ക് യാതൊരു വിഘ്നങ്ങളും വനവാസത്തിൽ ഇല്ലാണ്ടിരിക്കാനേ. അതായത് തൻ്റെ മുമ്പിൽ വന്ന് ദണ്ഡ നമസ്കാരം ചെയ്ത സീതയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അനസൂയാദേവിക്ക്. അപ്പോൾ വളരെ സാരത്തോടു കൂടി, നല്ല കൗതുകത്തോടു കൂടി വിളിച്ചു, വത്സേ സീതേ എന്ന് പറഞ്ഞ് വേഗം കെട്ടിപ്പിടിച്ചു. എന്നിട്ട് തനിക്ക് വിശ്വകർമാവ് അനസൂയാദേവിക്ക് വേണ്ടി ഉണ്ടാക്കിയ 2 ദിവ്യ കുണ്ടലങ്ങളും നല്ല 2 പട്ടുവസ്ത്രങ്ങളും നല്ല വാസനയുള്ള കുറിക്കൂട്ടും ഒക്കെ കൊടുത്തു സീതയ്ക്ക്. എന്നിട്ട് സന്തോഷം കൊണ്ടിങ്ങനെ പ്രസാദിച്ച മുഖത്തോടു കൂടി
ആണ് കൊടുത്തത് അനസൂയ സീതാദേവിക്ക്. എന്നിട്ട് പറഞ്ഞു, ഹേ കമലമുഖി, അതായത് സീതയെ വിളിക്കുകയാണ്. അതായത് ലോട്ടസ് ഫേസാണ്, അതായത് പത്മം പോലുള്ള മുഖം ഉള്ള സീതയെ ഈ കുറിക്കൂട്ട് ധരിക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ ആ നിൻ്റെ ദേഹത്തിനുണ്ടാവുന്ന ആ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ, കുറിക്കൂട്ടൊക്കെ അണിഞ്ഞിട്ട് ആ ഭംഗി നിന്നെ ഒരിക്കലും വിട്ടുപിരിയില്ല. എന്നും ഈ കുറിക്കൂട്ട് നീ അണിഞ്ഞോളൂ. ദിവ്യമായിട്ടൊരു കുറിക്കൂട്ടാണ്. അതങ്ങനെ അണിഞ്ഞു കഴിഞ്ഞാൽ നീ പണ്ടത്തെക്കാളും ഭംഗിയായിട്ട് ഇങ്ങനെ പ്രകാശിക്കും എന്ന് മാത്രമല്ല, ആ പ്രകാശം പിന്നെ നിന്നെ ഒരിക്കലും വിട്ടുപിരിയില്ല. പാതിവ്രത്യം അനുഷ്ഠിച്ചുകൊണ്ട് ഹേ സീതാദേവി, നീ രാമനോടുകൂടി എപ്പോഴും എല്ലാ ദിക്കിലും രാമൻ്റെ പിന്നാലെ അനുഗമിച്ചാലും ശ്രീരാമൻ നിന്നോടുകൂടെ സസുഖം, നിൻ്റെ വനവാസമൊക്കെ സുഖപൂർണ്ണമാവട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിഘ്നവും ഇല്ലാണ്ട് വനവാസം കഴിഞ്ഞ് നീ രാജധാനിയിലേക്ക് രാമൻ്റെ കൂടെ പോവാനായിട്ട് നിനക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കും. അല്ലേ വേണ്ടു. ഇതിൽ വേറൊരു കാര്യമുണ്ട്. എന്താ അറിയോ, ഈ സീതാദേവി ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല, സീതാദേവി ജടയും വൽക്കലവും മരവുരിയൊക്കെ ധരിച്ചിട്ട് എല്ലാ പണ്ടങ്ങളും അവിടെ അഴിച്ചു വെച്ചു. കാട്ടിൽ പോണ ഡ്രസ്സ് ഇടണമെന്ന് കൈകേയി നിഷ്കർഷിച്ചു. ശ്രീരാമനും സീതയും കാട്ടിൽ മഹർഷിമാരൊക്കെ ധരിക്കണ അതേ ഡ്രസ്സ് ധരിക്കാവൂന്ന് നിഷ്കർഷിച്ചുല്ലോ. അപ്പോൾ സീതയും മരവുരിയൊക്കെയാണ് ധരിച്ചിരിക്കണം. എല്ലാ പണ്ടങ്ങളും ഒരു രാജ്ഞി കെട്ടേണ്ട എല്ലാ പണ്ടങ്ങളും എല്ലാം അഴിച്ചു വെച്ചോടെ അയോധ്യയിൽ. അപ്പോൾ ഒന്നുമില്ലാതെ വന്നിരിക്കണതേ. അപ്പോൾ ഇപ്പം അനസൂയ ഈ ആഭരണങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ആക്ച്വലി എന്താ വെച്ചാൽ ഈ ആഭരണങ്ങൾ വളരെ ഉപകാരമായി തീരും. ആലോചിച്ച് നോക്കിയാൽ, കഥ ആലോചിച്ചാൽ. ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, ഞാൻ ഓർമ്മിച്ചപ്പോൾ പറയണമെന്ന് മാത്രം. ഇല്ലായിരുന്നു എങ്കിൽ രാവണൻ കട്ടുകൊണ്ട് പോകുമ്പോൾ ആ ആഭരണം താഴത്തേക്കിട്ടു. ഓർമ്മയില്ലേ? രാവണൻ കട്ടുകൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും കാണട്ടെ ശ്രീരാമനെ അന്വേഷിച്ച് വരുമ്പോൾ എൻ്റെ ഈ ആഭരണം കണ്ടാൽ എന്നെ അന്വേഷിക്കാനുള്ള വഴി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് രാവണൻ പുഷ്പവിമാനത്തിൽ കട്ടുകൊണ്ട് പോകുമ്പോൾ ഈ അനസൂയ കൊടുത്ത ആഭരണമാണ് താഴത്തേക്കിട്ടത്. അതുവരെ ധരിച്ചു. അത് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇതുണ്ടായത്. അനസൂയയുടെ അത്രിയുടെ ആശ്രമത്തിൽ നിന്നൊക്കെ പോയതിന് ശേഷമാണല്ലോ രാവണൻ വന്നത്. അപ്പോൾ അത് അത്രയും കാലം അതൊക്കെ ധരിച്ചു. ആഭരണങ്ങളൊക്കെ കുണ്ടലങ്ങളും എന്തൊക്കെയാണ് കൊടുത്തേച്ചാൽ അതൊക്കെ. എന്നിട്ട് രാവണൻ കട്ടുകൊണ്ടുവരുന്ന സമയത്ത് അത് താഴത്തേക്കിട്ടു. അതാണ് പിന്നെ സുഗ്രീവനൊക്കെ കണ്ടതേ. അപ്പോൾ ശരിക്കും പറയാച്ചാൽ അല്ലെങ്കിൽ അനസൂയ കൊടുത്തില്ലായിരുന്നു വിശ്വകർമാവ് ഉണ്ടാക്കിയ ആഭരണങ്ങൾ വെച്ചാൽ സീതയ്ക്ക് ആഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അത് വായിച്ചപ്പോട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞത്. സീതയ്ക്ക് ഈ ദിവ്യ കുണ്ടലങ്ങളും വസ്ത്രങ്ങളും നല്ല കുറിക്കൂട്ടുമൊക്കെ കൊടുത്തിട്ട് കുറിക്കൂട്ട് തേക്കാൻ പറഞ്ഞു. തേച്ചാൽ ഉണ്ടാവണ ആ ഭംഗി ഒരിക്കലും വിട്ടുപിരിയില്ല എന്നും നീ രാമനെ കൂടെ അനുഗമിച്ചോളൂ. വനവാസമൊക്കെ വളരെ സുഖമായിട്ട് ഒരു നിർവിഘ്നം നടക്കട്ടെ. എന്നിട്ട് സമാധാനമായിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും അയോധ്യയിലേക്ക് തിരിച്ചു വരാറാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. അല്ലേ? അപ്പം ഞാൻ ആ 4 ശ്ലോകങ്ങൾ വായിച്ച് നമുക്ക് 91ലേക്ക് പോവാം. ദണ്ഡവൽ പതിതാമഗ്രേ സീതാം ദൃഷ്ട്വാതിഹൃഷ്ടധീ അനസൂയാ സമാലിംഗ്യ വത്സേ സീതേതി സാദരം ദിവ്യേ ദദൗ കുണ്ടലേ ദ്വേ നിർമ്മിതേ വിശ്വകർമ്മണ ദുകൂലേ ദ്വേ ദദൗ തസ്യൈ നിർമ്മലേ ഭക്തി സംയുത അംഗരാഗം ച സീതായൈ ദദൗ ദിവ്യം ശുഭാനന നത്യക്ഷ്യതേംഗരാഗേണ ശോഭാ ത്വാം കമലാനനേ പാതിവ്രത്യം പുരസ്കൃത്യ രാമമന്വേഹി ജാനകി കുശലീ രാഘവോ യാതു ത്വയാ സഹ പുനർഗൃഹം. ഇനി 91. ഭോജയിത്വാ യഥാന്യായം രാമം സീതാസമന്വിതം ലക്ഷ്മണം ച തദാ രാമം പുനഃ പ്രാഹകൃതാഞ്ജലി. സീതാസമന്വിതം രാമം ലക്ഷ്മണം ച സീതയോട് കൂടിയിട്ടുള്ള രാമനെയും ലക്ഷ്മണനെയും യഥാന്യായം ഭോജയിത്വ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം വേണ്ട പോലെ ഭക്ഷണമൊക്കെ ഊട്ടി എന്നർത്ഥം. ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഭുജിപ്പിച്ചിട്ടാണെന്നർത്ഥം. കൃതാഞ്ജലി
കൈകൾ കൂപ്പിയിട്ട് രാമം പുനഃ പ്രാഹ രാമനോട് പിന്നെയും പറഞ്ഞു. അതായത് സീതാരാമ ലക്ഷ്മണന്മാരെ വേണ്ട പോലെ ഭക്ഷണമൊക്കെ നൽകി സന്തോഷിപ്പിച്ച് അത്രിമുനി കൈ കൂപ്പിക്കൊണ്ട് തൊഴുതും കൊണ്ട് രാമനോട് പിന്നെ എന്താ പറഞ്ഞ്, രാമ ത്വമേവ 91 വായിച്ചിട്ട് അടുത്ത് വായിക്കാം. ഭോജയിത്വായ ധാന്യായം രാമം സീതാസമന്വിതം ലക്ഷ്മണഞ്ച തദാ രാമം പുനഃ പ്രാഹ കൃതാഞ്ജലി. രാമ ത്വമേവ ഭുവനാനി വിധായ തേഷാം സംരക്ഷണായ സുരമാനുഷദിര്യഗാദീൻ ദേഹാൻ ബിഭർഷി ന ച ദേഹഗുണൈർ വിലിപ്തസ്തത്വോ ബിഭേത്യഖിലമോഹകരീ ച മായ. രാമ ത്വമേവ ഭുവനാനി വിധായ, ഹേ രാമ, നീ രാമൻ തന്നെയാണ് ഈ ലോകം സൃഷ്ടിച്ചിട്ട് തേഷാം സംരക്ഷണായ, സൃഷ്ടിയും സ്ഥിതിയും സംരക്ഷണത്തിനായിക്കൊണ്ട് സുരമാനുഷ തിര്യഗാദീൻ ദേഹാൻ ബിഭർഷി, ഈ അവനോൻ തന്നെ ഈ ലോകം പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ആ പ്രപഞ്ചത്തിനെ സംരക്ഷിക്കാനായിട്ട് ദേവന്മാർ, മനുഷ്യന്മാർ, തിര്യക്കുകൾ, അതായത് മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിട്ട് ദേഹങ്ങളെയൊക്കെ ധരിക്കണു, ഓരോ അവതാരം എടുക്കണു. ദേവന്മാരായിട്ട് അവതരിക്കണു, മനുഷ്യന്മാരായിട്ട് അവതരിക്കണു, മൃഗങ്ങളായിട്ട് അവതരിക്കണു. ദേഹഗുണൈഹി വിലിപ്ത എന്നാലോ ഈ ദേഹഗുണങ്ങളൊന്നും അങ്ങേ ബാധിക്കണമില്ല. ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് അങ്ങ് ലോകം സൃഷ്ടിക്കുന്നത് അങ്ങാണ്. പിന്നെ ആ സൃഷ്ടിച്ച ലോകത്തിനെ സംരക്ഷിക്കാനായിട്ട് ഓരോരോ കാലത്ത് ഓരോ തരത്തിലുള്ള അവതാരങ്ങളെ അങ്ങ് സ്വീകരിക്കുന്നു. പക്ഷേ അതൊന്നും അങ്ങ് അപ്പോഴും ഗുണാതീതനായി തന്നെ വർത്തിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും അങ്ങേ ബാധിക്കണമില്ല, അല്ലേ? ദേഹഗുണങ്ങളൊന്നും അങ്ങേ ശരീരം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ശരീരഗുണങ്ങളുടെ ബന്ധനം അങ്ങയ്ക്കില്ല. ഗുണാതീതനായിട്ട് തന്നെ അങ്ങ് വർത്തിക്കും ചെയ്യുന്നുണ്ട്, അല്ലേ? രാമ ത്വമേവ ഭുവനാനി വിധായ തേഷാം സംരക്ഷണായ സുരമാനുഷതിര്യഗാദീൻ ദേഹാൻ ബിഭർഷി ന ച ദേഹഗുണൈർ വിലിപ്തസ്തത്വോ ബിഭേത്യഖില മോഹകരീ ച മായ. മായൊന്നും ഭഗവാനെ ബാധിക്കില്ല, മായാതീതനല്ലേ. ഇതാണ് അവസാനത്തെ ശ്ലോകം ഇതിൽ. അതായത് എന്താ പറഞ്ഞ വെച്ചാൽ ഈ ഭഗവാൻ തന്നെ ഈ ലോകങ്ങളെ മുഴുവൻ സൃഷ്ടിക്കുന്നുണ്ട്. എന്നിട്ട് ആ ലോകത്തിനെ തന്നെ രക്ഷിക്കാനായിട്ട് ഓരോ സമയത്ത് മനുഷ്യ തിര്യക യോനികളിൽ അവതരിക്കണു. അതായത് ദേവന്മാരായപ്പോൾ ഉദാഹരണം, ദേവനായിട്ട് അവതരിക്കണതിന് ഉദാഹരണം പിന്നെ വാമനാവതാരം, മനുഷ്യനായിട്ടുള്ളതിനാണ് രാമാവതാരം മനുഷ്യരൂപത്തിൽ. പിന്നെ മത്സ്യമൊക്കെ ആയിട്ടുണ്ടല്ലോ, അതായത് മൃഗങ്ങളായിട്ടൊക്കെ വരാഹം, അതൊക്കെയാണ് തിര്യക. അങ്ങനെ പക്ഷെ ഏത് ശരീരം എടുത്താലും ഭഗവാൻ അതിനൊക്കെ ആ ശരീരത്തിനൊന്നും ബന്ധനമില്ല. നമ്മളെപ്പോലെ ശരീരം മായാമയാണെന്ന് ഭഗവാൻ നല്ലോണം അറിയാലോ, വേണച്ച് സ്വീകരിക്കുകയാണല്ലോ. അപ്പോൾ ഭഗവാൻ മായയ്ക്ക് അധീനനല്ല, അതീതനാണ്. നമ്മളെയൊക്കെ മായയിൽ ഭഗവാൻ നമ്മളെ മായയിൽ മുക്കിയിട്ട് മായാമോഹിതരാക്കിയിട്ട് നമുക്ക് ദേഹാഭിമാനമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഭഗവാന് ദേഹാഭിമാനമില്ല. നമ്മളെ മായാമോഹിതരാക്കിയിട്ട് നമ്മളെ ദേഹാഭിമാനികളാക്കണ ഭഗവാന് സ്വയം ദേഹാഭിമാനം ഇല്ല. മായയ്ക്ക് അങ്ങേ ഭയമാണ്, മായയ്ക്ക് അതീതനാണ് അങ്ങ്. എന്തിനുപടി, അതായത് ഭഗവാന് ആത്മസ്വരൂപം അറിയാം, അതുകൊണ്ട് അങ്ങ് മായയ്ക്ക് അതീതനാണ്. അങ്ങനെ മായയാൽ ബാധിക്കപ്പെടാൻ കഴിയാത്ത അങ്ങ് പ്രപഞ്ചം സൃഷ്ടിച്ച് അതിനെ സംരക്ഷിക്കാനായിട്ട് പല 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 അവതാരങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ നിർത്താം. അപ്പോൾ ഞാൻ 92 വായിച്ചിട്ട് നമ്മൾ അയോധ്യാകാന്ഡം കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ മറ്റേ എഴുത്തച്ഛൻ്റെയിലും കുറച്ച് വായിക്കാനുണ്ട്. അപ്പോൾ രാമ ത്വമേവ ഭുവനാനി വിധായ തേഷാം സംരക്ഷണായ സുരമാനുഷതിര്യഗാദീൻ ദേഹാൻ ബിഭർഷി ന ച ദേഹഗുണൈർ വിലിപ്തസ്തത്വോ ബിഭേത്യ അഖിലമോഹകരീ ച മായ. അഖിലമോഹകരിയായിട്ടുള്ള മായയ്ക്ക് അതീതനാണ് ഭഗവാൻ. ഇനി ഇതിലിപ്പോൾ ഒരു കാര്യം പറയാൻ ഞാൻ രാമായണം വായിക്കുന്നതിന് നോക്കൂ, ഇതിൽ ഈ കൈകേയി പറഞ്ഞില്ലേ, കൈകേയിക്ക് ഇപ്പം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പറയൂലോ, അത് അങ്ങ് പ്രേരിപ്പിച്ചിട്ട് തന്നെയാണ് ഞാനെല്ലാം ചെയ്തത്,
എല്ലാവരും ഈ ലോകത്തിൽ ഭഗവത് പ്രേരണയാലാണ് ചെയ്യണത്. എനിക്കിപ്പോൾ അങ്ങ് ആരാന്ന് മനസ്സിലായി എന്നുള്ള ആ ഒരു സംവാദം ഇതിൽ കൈകേയി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവാദം ഇതിൽ ആര് പറഞ്ഞിട്ടില്ല. ഇതിൽ ഈ അയോധ്യാകാണ്ഡത്തിൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറഞ്ഞിട്ടില്ല. ഭരതനോട് പൊക്കോളൂ പറഞ്ഞു, ഗുഹനോട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ വ്യാസഭഗവാന്റെ അധ്യാത്മരാമായണത്തിൽ നമ്മളെ കൈകേയിക്ക് ബോധോദയം ഉണ്ടായത് പറഞ്ഞത് ഇല്ലേ, ഇതിലത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ആ ഭാഗം വിട്ടതെന്നറിയില്ല. പക്ഷേ ഇതിലത് പറഞ്ഞിട്ടില്ല. നമുക്ക് അത്രിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ച ആ ഭാഗം ഒന്ന് വായിക്കാം. 5 മിനിറ്റ് സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ വായിക്കാം. അത്യാശ്രമ പ്രവേശം. അത്രിതന്നാശ്രമം പൊക്കൂ മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും രാമോഹമദ്യ. അതാ അവിടെ ചെന്ന് പറയണതൊക്കെ എന്ത് ഭംഗിയാണ്. രാമോഹമദ്യ ധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവാ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദനെന്നതറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചിദാർഘ്യവാദ്യാദികൾ കൊണ്ടു തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലെഴുമെന്നുടെ പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധാ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാ തപോധന പർണശാലാന്തർഗൃഹേ അകത്തുണ്ട് പറഞ്ഞുല്ലോ അനസൂയെ. പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനക നൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയ പദങ്ങൾ വണങ്ങിനാൾ. അപ്പം എന്താ പറയണ അനസൂയ? വത്സേ വരീകരീകേ ജനകാത്മജേ സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. എത്ര നന്നായിട്ടാണ് സീതയോട് പറയണേ. എനിക്ക് സീതയെ കാണുന്നത് എൻ്റെ ജന്മസാഫല്യാന്നാണ് പറയണത് അനസൂയാദേവി. വത്സേ പിടിച്ചു ചേർത്ത് ആലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനി പത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും പട്ടുവസ്ത്രേ കുണ്ടലവും അംഗരാഗവുമെന്നിവ മണ്ഡനാർത്ഥമനസൂയ നൽകിയിടിനാൾ. ഇതിൽ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് അല്ലേ. കുണ്ടലവും പട്ടുവസ്ത്രവും കുറിക്കൂട്ടും. നന്നു പാതിവ്രത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതുമുത്തമം കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനി അകമ്പൂക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഇത്തമനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതാ തുഷ്ടി കലർന്നു തപോധനൻ അത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. അങ്ങ് നാരായണനാണെന്ന് എനിക്കറിയാം. നിൻ മഹാമായ ജഗത്രയവാസിനം സമ്മോഹകാരിണിയായതു നിർണയം. ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും ദേവനും ആ ദേവിയോടരുളി ചെയ്തി ദേവമെന്നാൽ കിളി പൈതലക്കാലമേ. അങ്ങനെ മുനീന്ദ്രൻ്റെ വാക്യം കേട്ട് രാത്രി അവിടെ വസിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം പോവുകയാണ്. ഇത്യാധ്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാന്ഡം സമാപ്തം. ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ആരണ്യകാന്ഡം ആണ് ചെയ്യാൻ പോണത്. ഈ കാണ്ഡത്തിൻ്റെ ആരംഭത്തിൽ ഈ പൈങ്കിളിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. ഇതിൽ ആര് എഴുത്തച്ഛൻ അടുത്ത അധ്യായത്തിലും അങ്ങനെ തുടങ്ങുന്നത്. അതായത് അത്രിയുടെ ആശ്രമത്തിൽ നിന്ന് പിന്നെ ഈ ദണ്ഡകവനത്തിലേക്ക് ആ മഹാകൊടുങ്കാട്ടിലേക്ക് പ്രവേശിക്കണത് മുതലൊക്കെയാണ്. അതുകൊണ്ടാണ് അതിന് ആരണ്യകാന്ഡെന്ന് പറയണേ. ആരണ്യം വെച്ചാൽ വനാണല്ലോ. അപ്പോൾ ഇനി ഈ ചിത്രകൂടത്തിൽ നിന്ന് പിന്നെ ഭയങ്കര കൊടും കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇവർ.
അത്യാശ്രമത്തിൽ നിന്ന് പോയിട്ടേ. അതാണ്, അതുകൊണ്ട് അങ്ങനെ പിന്നത്തുള്ള കാലമാണ്. പിന്നുള്ള കാലം പിന്നെ ആ കാട്ടിലാണ് താമസിക്കണം. അതുകൊണ്ടാണ് ആരണ്യകാണ്ഡം എന്ന് ഇത്. അപ്പോൾ ഇനി ആ എന്താണെന്ന് വെച്ചാൽ ഈ ഇനി ആശ്രമം ആവണത്, പഞ്ചവടിയിൽ പോയി താമസിക്കണത്, ശൂർപ്പണഖ വരണത്, എന്നിട്ട് പിന്നെ ശൂർപ്പണഖയുടെ മൂക്കും മുലയും മുറിക്കൂലോ, അത് കഴിഞ്ഞ് ദേഷ്യം അത് പോയി പറയുമ്പോൾ ഖരൻ യുദ്ധത്തിന് വരണത്, പിന്നെ മാരീചനെ കൊല്ലണത്, അതായത് മാനായി വന്ന മാരീചനെ കൊല്ലണത്, പിന്നെ രാവണൻ വന്ന് സീതയെ അപഹരിക്കണത്, വിരാധനെ കൊല്ലണത്, കബന്ധന് മുക്തി കൊടുക്കണത്, ശബരിയുടെ ആശ്രമത്തിലേക്ക് പോണത്, ഇതൊക്കെ ദണ്ഡകാരണ്യത്തിൽ താമസക്കാലത്തെ സംഭവങ്ങളാണ്. ഈ കാണ്ഡത്തിന് ആരണ്യകാണ്ഡം എന്ന് പറയാൻ തന്നെ കാരണം ദണ്ഡകാരണ്യ വനത്തിലത്തെ പിന്നെ സംഭവങ്ങളാണ് ഇതിൽ വിവരിക്കണത്. അതുകൊണ്ടാണ് ആരണ്യകാണ്ഡം എന്ന് പറയണത്. ഈ കാണ്ഡത്തിലാണ് പല നല്ല അധ്യാത്മതത്വം നമുക്ക് മനസ്സിലാക്കാനുള്ള പല സ്തുതികളും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത ദിവസം നമുക്ക് ആരണ്യകാണ്ഡം തുടങ്ങാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശ്രീരാമ ഭഗവാനും സീതാദേവിയും ലക്ഷ്മണ ഭഗവാനും ഭരത ഭഗവാനും ശത്രുഘ്ന ഭഗവാനും ഹനുമാനും എല്ലാം നമുക്ക് വിഘ്നമില്ലാതെ ഇനി അടുത്ത ദിവസം ആരണ്യകാണ്ഡം തുടങ്ങി രാമായണം മുഴുമിപ്പിക്കാൻ സാധിക്കട്ടെ. നമ്മളെ അനുഗ്രഹിക്കുന്നതിനെ പ്രാർത്ഥിച്ച് ഞാൻ ഇന്നത്തെ ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.